ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകം ലഭിക്കാതായതിനെ തുടർന്ന് കേരളത്തിലെ പല ഹോട്ടലുകളും ലഘുഭക്ഷണശാലകളും അടച്ചു തുടങ്ങി. ഇന്നലെ മാത്രം എറണാകുളം നഗരത്തിൽ ഉൾപ്പെടെ പല ജില്ലകളിലുമായി 100-ലേറെ ഹോട്ടലുകളാണ് അടച്ചുപൂട്ടിയത്. സ്കൂളുകൾക്കും ആശുപത്രികൾക്കുമാണ് മുൻഗണന നൽകേണ്ടതെന്നും ഹോട്ടലുകൾക്ക് വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ നൽകേണ്ടതില്ല എന്നുമുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവാണ് വെല്ലുവിളിയായത്. പല ഹോട്ടലുകളും ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ അടച്ചു. തട്ടുകടകളും മറ്റ് ലഘുഭക്ഷണശാലകളുമെല്ലാം പ്രതിസന്ധിയിലായി. സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും മറ്റ് ഹോട്ടലുകളിൽ നിന്ന് കടം വാങ്ങിയ സിലിണ്ടറുകളും ഉപയോഗിച്ചിട്ടും പിടിച്ചു നിൽക്കാനാകാതെ വന്നതോടെയാണ് ഹോട്ടലുകൾ ഷട്ടറിട്ട് തുടങ്ങിയത്. ഗ്യാസ് ഏജൻസികളും കൈമലർത്തിയതോടെ ഹോട്ടൽ ഉടമകൾ ഹോട്ടൽ അടച്ചിടാൻ നിർബന്ധിതരായി. ഹോട്ടലുകൾ അടയ്ക്കുന്നതോടെ മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലെത്തി ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പ്രതിസന്ധിയിലാകും. ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കുന്ന ഇവർ പകരം സംവിധാനം കണ്ടെത്താൻ പാടുപെടും. സിലിണ്ടറുകൾ കിട്ടാതായതോടെ തുച്ഛമായ തുകയിൽ 100 കണക്കിന് ആളുകളുടെ വിശപ്പകറ്റുന്ന എറണാകുളം നോർത്തിലെ സമൃദ്ധിയും പ്രതിസന്ധിയിലായി. ഒന്നിലേറെ സിലിണ്ടറുകൾ ആവശ്യമുള്ള ഇവിടെ ഇന്നു മുതൽ വിറകടുപ്പിൽ പാചകം ചെയ്യുമെന്നാണ് അധികൃതർ പറഞ്ഞത്. പ്രതിസന്ധി ഉണ്ടെങ്കിലും പാചകം നിർത്തില്ല എന്നാണ് അവരുടെ നിലപാട്. സാധാരണ വാണിജ്യ സിലിണ്ടർ ക്ഷാമത്തിലും പിടിച്ചു നിൽക്കാറുള്ള വൻകിട ഹോട്ടലുകളും ബാറുമെല്ലാം ഇത്തവണ പെട്ടു. ദിവസവും നിരവധി ഗ്യാസ് സിലിണ്ടറുകൾ വേണ്ട ഇവിടെ ഒന്നിലേറെ സിലിണ്ടറുകൾ സ്റ്റോക്ക് ഉള്ളതായിരുന്നു. എന്നാൽ ഇത്തവണ സ്റ്റോക്ക് ഇരുന്ന സിലിണ്ടറുകളും തീർന്നതോടെ ഇത്തരം ഹോട്ടലുകളും അടച്ചിടേണ്ട അവസ്ഥയിലാണ്. ഗ്യാസ് സിലിണ്ടർ ക്ഷാമത്തിനിടെ ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് തിരിഞ്ഞതോടെ വിപണിയിലിപ്പോൾ താരം റോക്കറ്റ് സ്റ്റൗകളാണ്. പുകയില്ലാത്ത അടുപ്പിന് സമാനമാണിത്. തുടക്കത്തിൽ ചിരട്ടി ഉപയോഗിച്ച് കത്തിക്കേണ്ടതും പിന്നീട് വിറകുപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്നതുമാണ് റോക്കറ്റ് സ്റ്റൗ. കത്തി തുടങ്ങിയാൽ ബ്ലോവർ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ഒരു ഫാനും സ്വിച്ചും റെഗുലേറ്ററും ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കാനാവുക. 33,000, 39,000, 54,000 എന്നിങ്ങനെയാണ് വലുപ്പത്തിനനുസരിച്ച് ഇവയുടെ നിരക്ക്. എറണാകുളത്ത് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് വിൽപ്പനയ്ക്കുള്ളത്. കോയമ്പത്തൂരാണ് ഈ അടുപ്പിന്റെ വ്യാപക വിൽപ്പന നടക്കുന്നത്.